മീനൂർ പഞ്ചായത്തിലെ മുടക്കാലി പാടശേഖരത്തെ ആമ്പൽ പൂവസന്തം കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യമുയരുന്നു. കോട്ടയം ആലപ്പുഴ മിനി ഹൈവേയോട് ചേർന്ന് ഇരുഭാഗവും ആമ്പൽ പാടത്താൽ ചുറ്റിക്കിടക്കുന്ന മുടക്കാലി വെള്ളിക്കണ്ണി പാടശേഖരത്തിലാണ് ആമ്പൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. മുടക്കാലി പാടത്തെ 60 ഏക്കറും വെള്ളിക്കണ്ണി പാടം 40 ഏക്കറും അടക്കം 100 ഏക്കർ പാടശേഖരത്തിൽ അധിക ഭാഗത്തും ആമ്പൽ വളർന്ന് പൂവിട്ട് നിൽക്കുകയാണ്. ആമ്പൽ വസന്തം കാണാൻ നിരവധി സഞ്ചാരികളാണ് പുഞ്ചവയൽക്കാറ്റിലെത്തുന്നത്. പ്രകൃതി ഒരുക്കിയ അതിമനോഹരമായ ആമ്പൽ വസന്തം കാണാനും ഫോട്ടോഷൂട്ടിങ്ങിനുമായി നിരവധി പേർ എത്തുന്നുണ്ട്. എന്നാൽ സന്ദർശകർക്ക് കാഴ്ചകൾ ആസ്വദിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിൽ പഞ്ചായത്ത് ഇനിയും തയ്യാറായിട്ടില്ല. പ്രദേശത്തോട് അവഗണന കാണിക്കുന്നതായും ആക്ഷേപമുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുമെന്ന് പഞ്ചായത്ത് മെമ്പർ തോമസ് കോട്ടൂർ പറഞ്ഞു. ഈ പുഞ്ചവയൽക്കാറ്റിന്റെ ഏറ്റവും സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് 10-15 കാലഘട്ടത്തിലാണ്. അന്ന് ഈ റോഡ് സൈഡ് മുഴുവൻ നമ്മൾ ചെടി വെച്ച് പിടിപ്പിച്ച് ഇവിടെ ഒരു ഫെസ്റ്റ് തന്നെ നടക്കുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്ന ഈ ആമ്പൽ വസന്തം അത് പ്രകൃതിദത്തമായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. വളരെയേറെ സാധ്യത ഇപ്പോൾ ഇതിനുണ്ട്. കാരണം ഈ റോഡ് സൗകര്യമുണ്ട്, ഇവിടെ ഈ വഴിയോര ടൂറിസത്തിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആമ്പൽ വസന്തം കൂടെ വരുമ്പോഴത്തേക്ക് മീനൂർ പഞ്ചായത്തിലെ നല്ലൊരു ടൂറിസം സാധ്യത ഉയർന്നു വരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഇതിൻ്റെ സാധ്യത പഞ്ചായത്ത് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനമോ അല്ലെങ്കിൽ ഈ ടൂറിസത്തിന് ആവശ്യമായ സംവിധാനം ഇവിടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സാധ്യത മനസ്സിലാക്കി വരും വർഷങ്ങളിൽ ഇതിൻ്റെ പ്രയോജനം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭ്യമാക്കാനോ വിനോദസഞ്ചാര വികസന പദ്ധതികൾ നടപ്പാക്കാനോ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് പരാതികൾ ഉയരുന്നത്.